സിജോയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാൾ വെയിറ്റിംഗ്. സിജോയുടെ ഫാനാണ്. സിജോയാണ് ഇഷ്ടം. തുടക്കം മുതൽ അടി തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ ഉണ്ട്. ചേച്ചി അത് കൊള്ളായിരുന്നു. പേളി മാനീരത് കൊള്ളായിരുന്നു. അതൊക്കെ കൊള്ളായിരുന്നു. ജാസ്മിനെയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇഷ്ടം? ജാസ്മിൻ ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. ബാക്കി കണ്ടസ്റ്റൻസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കൂടി സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ എടുക്കാമായിരുന്നു തോന്നി. നല്ല പയ്യനാണ്. പുറത്ത് പോയപ്പോൾ അതൊരു വല്ലാത്തൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് അവരാരും കൊള്ളത്തില്ല. എനിക്കിഷ്ടപ്പെട്ടു. 6 ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? കണ്ടസ്റ്റൻസ് എനിക്ക് ആരെയും അങ്ങനെ ഇതായി. നമ്മുടെ സീക്രട്ട് ഏജന്റിനെ അറിയാമായിരുന്നു. അപ്പൊ പുള്ളി പുറത്ത് വേറൊരു രീതിയിൽ അകത്ത് ചെന്നപ്പോഴത്തേക്കും പതുങ്ങിയിരിക്കുന്ന ഒരു രീതിയിലാണത്. അങ്ങനെ തന്നെ ആ ഒരു ഗെയിമിന് ആവശ്യമുള്ള രീതിയിൽ അവിടെ ഉള്ളതായിട്ട് തോന്നത്തില്ല. കാരണം കുറച്ച് കണ്ടായിരുന്നു. എൻ്റെ മോൾ അതിൻ്റെ ഒരു അഡിക്റ്റാണ്. കാരണം ഉറക്കം ഒഴിഞ്ഞിരുന്ന അതുവരെ കാണും. അതിനകത്ത് മൊത്തം അടിയാണ്. അതിലെനിക്ക് കൂടുതൽ ഇഷ്ടം റസ്മീൻ, ജാസ്മിൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ ആ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ആളുമായിട്ടാണ് എപ്പോഴും നല്ല ഒരുമിച്ച്. നല്ലൊരു പരിപാടിയാണ്. എനിക്ക് സൂപ്പറാണ്. ബിഗ് ബോസ് സീസൺ 6 50ാം എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ കളി വേറെ ലെവലിൽ എത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഗെയിം കുറച്ചുകൂടെ നല്ല ഗെയിംസ് ഉണ്ടായിരുന്ന കൊള്ളാം. ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പോകുന്നുണ്ടോ ആദ്യത്തെ അപേക്ഷിച്ച്? വന്നതിന് ശേഷം കുറച്ച് കൊള്ളാം. പക്ഷേ സിജോ തിരിച്ചു വരണം. സിജോ തിരിച്ചു വരും. സിജോയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാൾ വെയിറ്റിംഗ്. സിജോയുടെ ഫാനാണ്. സിജോയാണ് ഇഷ്ടം. ബാക്കി കണ്ടസ്റ്റന്റുകളുടെ ഗെയിമിങ്ങും കാര്യങ്ങളും ജാസ്മിനെ ഒട്ടും ഇഷ്ടമില്ല. അല്ല, ജാസ്മിൻ ഗബ്രി അവരെ ഒട്ടും ഇഷ്ടമില്ല. എത്രയും വേഗം പുറത്ത് പോയാൽ അതായിരുന്നു നല്ലത്. അപ്പൊ സിബിൻ ഇപ്പൊ പുറത്തേക്ക് പോയിട്ടുണ്ട്. സിബിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സിബിൻ അവിടെ വേണമെന്നാണ് അഭിപ്രായം. കൊള്ളാം. എല്ലാം കളിക്കാനും നല്ല ഗെയിമാണ്. ചെറുതായിട്ടൊക്കെ അടി ഇതൊക്കെ ഉണ്ടാവും. അത്ര അതിൻ്റെ കൂടെ വേറെ ഒരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് ജോലികളൊക്കെ നോക്കും. ഗെയിമിൽ എല്ലാവരും നല്ലതായിട്ട് കളിക്കും. തുടക്കം മുതലേ അടി ഉള്ളൊരു ബിഗ് ബോസ് ഷോ ആണെന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. അങ്ങനെയാണ് തുടക്കം മുതലേ അടി നടക്കുന്നത്. തുടക്കം മുതൽ അടി തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ ഉണ്ട്. ഇപ്പോഴത്തെ ബിഗ് ബോസിനെ കുറിച്ച് വലിയ രസം തോന്നണില്ല. മുമ്പത്തെ സീസണൊക്കെ കണ്ടിട്ടുണ്ട്. മുമ്പത്തെ സീസൺ റെനീഷയുടെ ഒക്കെ കൊള്ളായിരുന്നു. മറ്റേ അഖിൽ ചേച്ചി അത് കൊള്ളായിരുന്നു. പേളി മാനീരത് കൊള്ളായിരുന്നു. അതൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ ഇപ്പോഴെന്താണ് വ്യത്യാസം? അതിൽ ഇപ്പോൾ കുറേ എന്താ പറയുക, ജാസ്മിനൊക്കെ വലിയ ഇതല്ല, പറയുന്നതൊന്നും കേൾക്കണില്ല. അതാണ് വിഷയം. അതാണ് അനുസരിക്കുന്നില്ല. ഈ ചെറിയ ഷോർട്ട് കാണുന്നതിലാണ്, ഫുള്ള് കാണക്കല്ല. നല്ല രസകരമാണ്. അതിലാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പേരെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്നാലും കാണും. ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. ചേട്ടാ, ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ആ ഷോയെ കുറിച്ചുള്ള അഭിപ്രായം? ഷോയെ കുറിച്ച് പഴയ ബിഗ് ബോസ് പോലെ അല്ല. ഇപ്പോഴത്തേൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു ഇതല്ല. എന്തുകൊണ്ടാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്? കാരണം അതിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും വളരെ ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ പ്രവണതകളും കാര്യങ്ങളും മുമ്പത്തെ വെച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മുമ്പത്തെ വെച്ചിട്ട് ഇപ്പോഴത്തേത് വളരെ മോശം. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതിൽ ആരെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് എങ്ങനെ? അർജുൻ ഇഷ്ടമാണ്. അർജുൻ്റെ ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം. അർജുൻ അതിൽ അത്ര ആക്റ്റീവല്ല. എന്നാലും പുള്ളി ബാക്കിയുള്ളവരെ ഈ കാണിക്കുന്ന അപേക്ഷിച്ച് പുള്ളി സൈലന്റ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു 6 പേര് വന്നിട്ടുണ്ടല്ലോ, അവരുടെ ഗെയിമിങ് അവർ വന്നപ്പോഴത്തേക്കും നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചത് പരിപാടിയിൽ. അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം നല്ല സിജോ തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പോരാ. കഴിഞ്ഞ സീസൺ വെച്ചിട്ടൊന്നും പോരാ. ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ട്. ഇഷ്ടമാണോ? ഇഷ്ടം. എന്താണ് ആ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായം? കൊള്ളാം. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? ജാസ്മിൻ. ജാസ്മിനെയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇഷ്ടം?
എല്ലാവരും ജാസ്മിനെയൊക്കെ കുറച്ച് മോശമായിട്ടാണല്ലോ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇഷ്ടമാണ്. ജാസ്മിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് കണ്ടിഷ്ടപ്പെട്ടതാണ്? അത് ഇപ്പൊ ബിഗ് ബോസിൽ വന്നതിന് ശേഷം കണ്ടിഷ്ടപ്പെട്ടതാണ്? വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടതാണ്. വീഡിയോയിലെ പോലെ തന്നെയാണോ ഗെയിമിൽ വന്നപ്പോഴത്തേക്കും ഷോയിൽ വന്നപ്പോഴും? അല്ല, രണ്ടും രണ്ട് രീതിയിലാണ്. എന്നാലും ജാസ്മിന് ഇഷ്ടമാണ്. ജാസ്മിന് കപ്പടിക്കുമോ? അടിക്കണമെന്നാണ് ആഗ്രഹം. ജാസ്മിൻ ഓവർ ആവുന്നുണ്ടോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. ബാക്കി കണ്ടസ്റ്റൻസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മറ്റ് സീസണിനെ അപേക്ഷിച്ച് എന്തെങ്കിലും വ്യത്യാസങ്ങളും കാര്യങ്ങളും? ബോറാണ്. മറ്റേ സീസൺ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പം മുതലേ ഗബ്രിയും ജാസ്മിനും ഓവർ ആവുന്നുണ്ട്. ഇപ്പൊ അവർക്ക് എന്താ മാറ്റങ്ങൾ? അവരിപ്പോ അധികം മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ. അത് ഇടയ്ക്ക് എന്തോ ഇതാണ് അവരുടെ ഗെയിം പ്ലാനിങ്. അതെ, വോട്ടിംഗ് കൂടാൻ വേണ്ടി കണ്ടുകൊണ്ടിരുന്നിട്ട് ചെരുപ്പിടാതെ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ട് ലാല് വന്നിട്ട് ഇങ്ങനെ അവരെ ശകാരിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് പറയുമ്പോഴത്തേക്ക് മറ്റ് കാണികളെ തന്നെ ഒരു ചീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി പോലെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുള്ള ടോയ്ലറ്റ് ബാത്ത് അറ്റാച്ച് റൂമാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ പാദരക്ഷ ഉപയോഗിക്കാതെ പോകും. അതൊരു ഫങ്ഷനാകുമ്പോൾ എല്ലാവരും ഒരു ടോയ്ലറ്റിന് യൂസ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് അത് വിത്തൗട്ട് ഷൂസ് അങ്ങനെ ഒന്നും ഇല്ലാതെ അതിനെക്കുറിച്ചിട്ട് ഇന്നലെ എന്തോ ശകാരിക്കുന്നത് കേട്ടായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊരു നല്ല മാർക്കുണ്ടാവില്ല, മനസ്സിലായി, ഒരു നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അങ്ങനെയൊക്കെ വരും. അതുണ്ട്. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൾച്ചർ, ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഗെയിം നന്നായിട്ട് മുന്നോട്ട് പോകും. ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്രയും വർഷം കണ്ടിട്ടുള്ള എല്ലാ സീസണിൽ വെച്ചിട്ടും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കൂടെ എടുക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളവരും ഉണ്ട്, എന്നാൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് മത്സരാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ കുറച്ച് പേരെ അകത്തേക്ക് കൊണ്ടുവന്നെങ്കിലും എല്ലാവരും ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഈ ഷോയിൽ ഗെയിം കളിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കാമായിരുന്നെന്ന് തോന്നി. പിന്നെ ജാസ്മിന് പേഴ്സണലി എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കിഷ്ടമാണ് ആളെ. ഒരു ലവ് ഡ്രാമ ഗബ്രി ആയിട്ടുള്ളത് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആളൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്, നല്ലൊരു പ്ലെയറാണ്. പിന്നെ ഈ പറയുന്ന ഈ ചായയിൽ ഇങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം നമ്മളായാലും ലൈഫിൽ നമ്മളറിയാതെ നമ്മുടെ ചുറ്റും ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പലതും ഇങ്ങനെ പല രീതിയിൽ സംഭവിക്കാം. അതൊരു മിസ്റ്റേക്കാണ്, അത് പറ്റിപ്പോയി. പക്ഷെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ഒരാളെ മാത്രം ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ക്യാമറാസ് ആയാലും എല്ലാം ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആൾ നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇപ്പം കുറച്ച് ആൾക്കാർ 6 പേരോളം അകത്തേക്ക് വന്നല്ലോ അവർ. കാരണം ജാസ്മിന് ഇപ്പം കുറേ ഹേറ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് ജാസ്മിനെ സ്റ്റാർട്ടിങ് മുതലേ ഇഷ്ടമാണ്. എൻ്റെ ഒരു ഗസ് ചിലപ്പോൾ ജാസ്മിൻ ആയിരിക്കും കപ്പടിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ആൾ ജെന്യുവിൻ ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലാതെ ഫേക്കായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്ങനെയാണോ ആൾ വീട്ടിൽ അതുപോലെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നല്ല പയ്യനാണ് സിബിൻ്റെ ഗെയിമിങ്. സിബിൻ വന്നതോടെ ബിഗ് ബോസിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊരു അഭിപ്രായമുണ്ട്. അത് ശരിയാണ്? അല്ല, മാറ്റം എന്ന് പറയാൻ വേണ്ടി ആ കുട്ടി നല്ലതാണ്, നല്ലതുപോലെ അഭിനയിച്ച് എടുക്കുന്നതാണ്, നല്ല ഇതാണ്, നല്ല അഭിപ്രായങ്ങളാണ്. എൻ്റെ മക്കൾക്കൊക്കെ അത് കണ്ടോണ്ടിരിക്കുമ്പോൾ സിബിനെ പറ്റി പുറത്ത് പോയപ്പോൾ അതൊരു വല്ലാത്തൊരു കപ്പ് നേടാൻ ചാൻസ് ഉള്ള ഒരാളായിട്ട് സിബിനെ കാണാവോ? ഞങ്ങൾ അത് കളിച്ചിങ്ങനെ വരുന്നതല്ലേ ഉള്ളു, അത് ഇനിയും കിടക്കയില്ലേ, അത് ആരൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം സിജോ തിരിച്ചു വരുന്നുണ്ട്. സിജോയുടെ ഗെയിമിംഗ് ഒക്കെ സിജോ നല്ലത് തന്നെ. എല്ലാവരെയും നമുക്ക് കുറ്റം പറയേണ്ട ഒരു
എല്ലാവരും നല്ലതുപോലെ കളിക്കുന്നുണ്ട്. നല്ല അഭിപ്രായം തന്നെ. നമ്മളത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അമ്മയ്ക്ക് പേരുകളെല്ലാം ഓർത്തെപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാരും ചർച്ച തുടക്കം മുതലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ജാസ്മിൻ ഗബ്രി അവരുടെ ജാസ്മിൻ്റെ കാര്യമാണ്. ഗബ്രിനായിട്ട് എപ്പോഴും രണ്ടുപേരും ഒരു നെഗറ്റീവാണ് പൊതുവെ ഉള്ള അഭിപ്രായം. അത് മക്കളല്ലേ, നമുക്കത് കുറ്റം പറഞ്ഞു. അതവരുടെ ഗെയിമിൻ്റെ ഇതാണ്. അവർ പമ്മിയിരിക്കുന്നു, അവരെല്ലാം കാണിക്കുന്നുണ്ട്. അവരായിരിക്കും ചിലപ്പോൾ ഈ പമ്മിയിരിക്കുന്നവരായിരിക്കും. കുറച്ചൊരു കണ്ടോണ്ടിരിക്കുന്നവര് അവര് വേറെ രീതിയിലെടുക്കും. അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ജാസ്മിന്റെ ഗെയിം രീതിയൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ അഭിപ്രായം വരുന്നത്. അതിൽ എത്രമാത്രം ശരിയുണ്ട്? ശരി, രണ്ടുപേരും ഇങ്ങനെ ഇത്തിരി പൂരം അങ്ങോട്ട് മാറിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് മാറ്റമൊന്നുമില്ല. പക്ഷെ ഈ പമ്മി ഇരിക്കുന്നവരായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അവരായിരിക്കും അവസാനം കപ്പ് കൊണ്ടുപോകുന്നതല്ലേ. നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സീസണും കാണാറുണ്ടായിരുന്നു? അമ്മ ഇവിടെ നിന്ന് പോയി 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണിക്കുള്ള കാര്യം മുമ്പുള്ളതൊക്കെ കാണുമായിരുന്നു. മുമ്പേ ഉള്ളത് നടന്ന് എല്ലാം കാണുമായിരുന്നു. കാണാറുണ്ടോ? എന്താണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം? ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ നല്ലൊരു പ്രോഗ്രാമാണ്, കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവരാരും കൊള്ളത്തില്ല. ഇപ്പൊ വന്നവരാണോ അതോ ഗെയിമിൽ നിൽക്കുന്ന ആൾക്കാർ? ഗെയിമിൽ നിൽക്കുന്ന ആരും കൊള്ളത്തില്ല. എന്താണ് അങ്ങനെ തോന്നാനുള്ളൊരു കാരണം? ആരും കൊള്ളത്തില്ല. കാരണം നിലവാരം കളയുന്ന രീതിയിലാണ് മോശമായിട്ടാണ് അവർ കളിക്കുന്നത്. മോശം പ്ലേയിങ്. ആദ്യത്തെ അപേക്ഷിച്ച് ഇപ്പൊ 50ാമത്തെ എപ്പിസോഡിലോട്ട് എത്തി നിൽക്കുമ്പോഴത്തേക്കും ഗെയിമിന്റെ ആ രീതി മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. 6 പേര് ഇപ്പൊ പുതിയതായിട്ട് കയറിയപ്പോഴും ഇപ്പൊ ഇച്ചിരി നന്നായിട്ട് വന്നിട്ടുണ്ട്. പുറത്ത് കാണുന്നത് പോലെ ഒന്നും അല്ല അതിനകത്ത്. അകത്തോട്ട് കയറുമ്പോഴത്തേക്കും അവരുടെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? അർജുനും ശ്രീതും തന്നെയാണ്. അവരാണ്, അവരുടെ കോംബോ ഇഷ്ടമാണ്. ജാസ്മിൻ ഗബ്രി അവരുടെ പോലെ അല്ല. ജാസ്മിൻ കുറച്ചും കൂടെ നല്ലത്, കമ്മിറ്റഡ് ആണ്, എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. എന്നിട്ട് ജാസ്മിൻ അതിനകത്ത് പോയിട്ട് കാണിക്കുന്ന ഭയങ്കര മോശമാണ്. അത് അവരുടെ ഗെയിം പ്ലാനിങ് അല്ല. ഗെയിം പ്ലാനിങ് എന്നല്ല അവർ കാണിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന ഭയങ്കര മോശമാണ്. ജാസ്മിൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ജാസ്മിൻ ഇവിടെ കമ്മിറ്റഡ് ആണ്, എന്നിട്ട് ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ജാസ്മിൻ കാണിക്കുന്ന ഭയങ്കര മോശമാണ്. ഇപ്പൊ അവരുടെ ആ റിലേഷൻ മാറി നിൽക്കുന്നു എന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടല്ലോ. റിലേഷൻ മാറി നിൽക്കുന്നെങ്കിൽ അവർക്ക് അവർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പരസ്പരം പിരിയാൻ പറ്റത്തില്ല. അവർ പല പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് അത് കണ്ടത്. അപ്പോൾ ആ എപ്പിസോഡിൽ മോഹൻലാൽ ബ്രേക്ക് എടുത്ത് പോയ സമയത്ത് ഗബ്രി ക്വിറ്റ് ആകുന്നെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ജാസ്മിൻ പറഞ്ഞു എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ ക്വിറ്റ് ആവരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. അതിൽ കപ്പ് ഉയർത്താൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പം അർജുൻ അല്ലെങ്കിൽ ശ്രീത് കൊണ്ടുപോകും. സിജോ ഇപ്പൊ അകത്തേക്ക് വരുന്നുണ്ട്. സിജോ തിരിച്ചു വരുന്നുണ്ട്. സിജോ വന്ന ഒരു ഗെയിം പ്ലെയർ അല്ലേ? നിൽക്കും. സിബിൻ ഇപ്പൊ പുറത്ത് പോയിട്ടില്ലേ, അതിനെ കുറിച്ച് എന്താണ്? സിബിൻ പുറത്ത് പോയതെന്ന് അദ്ദേഹം പുറത്ത് പോകാനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണോ? ഇല്ല, അകത്ത് നിന്ന് കളിക്കേണ്ടത് തന്നെയാണ്. ഒരു ലെവലുള്ള ആളാണെന്ന് തോന്നുന്നു. അറിയാവുന്ന ഒരാളാണ്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, അറിയാവുന്ന ഒരാളാണ്. പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഗെയിം പ്ലെയർ, നന്നായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പുറത്ത് പോവേണ്ട ഒരാളല്ല. പുതിയ ആൾക്കാർ ഇനിയും അതിലേക്ക് കൊണ്ടുവന്ന കുറച്ച് നല്ല ആൾക്കാരാണെങ്കിൽ അത് ഈ ഒരു സീസൺ നന്നായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ സീസണും 5th സീസണും 4th സീസണും വെച്ച് നോക്കുമ്പം 6th സീസൺ വളരെ 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 മോശമാണ്. അതിലുള്ള ഒരാൾക്കാർ കൊള്ളത്തില്ല. സത്യം പറയാം, ഒരാൾക്കാർ കൊള്ളത്തില്ല. അത് നമ്മൾ സീസൺ കൊണ്ടുവന്നത് ബിഗ് ബോസിന്റെ ആ ഒരു ഇത് താഴ്ന്നാണ് വരുന്നത്. കൊള്ളത്തില്ല ബിഗ് ബോസ് ഇപ്രാവശ്യം. അത് കാണുന്നവർക്ക് തന്നെ അപമാനമായിട്ട് വരിക. ബിഗ് ബോസ് പൊതുവേ സീരിയസ് ആയിട്ട് കാണുന്നൊരു ഇപ്പം നമ്മളിപ്പോൾ കണ്ടിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തിട്ട് അത് പറയുമ്പോഴും ഫ്രണ്ട്സ് ചോദിക്കും നീ ബിഗ് ബോസ് ആണോ, ഇപ്പോഴത്തെ കണ്ടൻസ്റ്റ് അവരുടെ ഷോ എന്തിനാണ് കാണുന്നത്? ആരും കൊള്ളത്തില്ല. സീരിയസ് ആയിട്ട് ഇപ്പോൾ ആരും കൊള്ളത്തില്ല. നമ്മളിപ്പോൾ കണ്ടിട്ട് അവരുടെ അടുത്ത് പോയി പറയുമ്പോഴും അവർ തിരിച്ച് നമ്മളെ അടുത്ത് നമ്മളെ
അവർ ആരും കൊള്ളത്തില്ല എന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. കാണുന്നവർക്കും ഇപ്പോൾ കാണുന്നവരും ഇപ്പം വെച്ചത് താഴ്ന്നാഴ്ന്ന അവർക്കും ഒരു അപമാനമായിട്ട്. കുറിച്ച് ഈ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 6 ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? കണ്ടസ്റ്റൻസ് എനിക്ക് ആരെയും അങ്ങനെ ഇതായിട്ടില്ല. പഴയ സീസൺ പോലെ അല്ല ഇപ്പോഴത്തെ സീസൺ. പഴയത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ബിഗ് ബോസ് കാണാൻ ഒരു ഇതില്ല. എന്താ അവർ നന്നായിട്ട് കളിക്കുന്നില്ലേ ഷോയിൽ? അതെനിക്കറിയത്തില്ല. ചിലപ്പോൾ അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം അവർ കളിക്കുന്ന രീതി, എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ബിഗ് ബോസ്. അപ്പോൾ അതിലെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടമല്ല? അല്ല, ഇഷ്ടമല്ല. കപ്പ് ഉയർത്താൻ യോഗ്യതയുള്ള ആരും ബിഗ് ബോസിലില്ലെന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല അവരിൽ ആരാണ് കപ്പ് കിട്ടുന്ന ഒരു കണ്ടസ്റ്റൻസ്. സീസൺ 5 വരെ കൊള്ളായിരുന്നു, ഇപ്പം അത്ര കണ്ടസ്റ്റൻസ് ഒന്നും അത്ര പോരാ. അവരുടെ ഗെയിമൊന്നും പോരാ. എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം? അത് പോരാ. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? ജിൻഡോ. എന്താണ് ഇഷ്ടം? ജിൻഡോ ഭയങ്കര എന്റർടൈനിങ് ആണ്. അതാദ്യമേ പുള്ളി ഒരു മണ്ടൻ എന്നുള്ള ലെവലിലും പലരും പറയുന്നുണ്ട്, അത് ശരിയാണോ? അല്ലല്ല, അതാ അങ്ങനത്തെ ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ. അപ്പം ഇപ്പോൾ 6 പേര് വന്നല്ലോ, അപ്പോൾ അതിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നൊരു അഭിപ്രായമുണ്ട്, അത് ശരിയാണോ? സിബിൻ വന്നപ്പോൾ ഭയങ്കര എനർജിയിൽ വന്നിട്ട് ഇപ്പൊ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പൊ പുറത്തു പോയി സിജോ ഇപ്പൊ തിരിച്ചു വന്നു. അപ്പൊ അതിനെ കുറിച്ച് വന്നല്ലേ ഉള്ളൂ, പിന്നെ കണ്ടിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ പുള്ളി പുറത്ത് വേറൊരു രീതിയിൽ അകത്ത് ചെന്നപ്പോഴത്തേക്കും പതുങ്ങിയിരിക്കുന്ന ഒരു രീതിയിലാണത്. അങ്ങനെ തന്നെ ആ ഒരു ഗെയിമിന് ആവശ്യമുള്ള രീതിയിൽ അവിടെ ഉള്ളതായിട്ട് തോന്നത്തില്ല. ഇല്ല, കാണാറില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പ്രോഗ്രാമാണത്. കാണാതെ എങ്ങനെയാ പറയുന്നത്? കാരണം കുറച്ച് കണ്ടായിരുന്നു. എൻ്റെ മോൾ അതിൻ്റെ ഒരു അഡിക്റ്റാണ്. കാരണം ഉറക്കം ഒഴിഞ്ഞിരുന്ന അതുവരെ കാണും. അതിനകത്ത് മൊത്തം അടിയും പിന്നെ അത് എന്തോ ഡ്രസ്സിൻ്റെ രീതിയായാലും ഒരു ആണുങ്ങളുടെ അടുത്ത് ഇരിക്കുന്നതായാലും അങ്ങനെ മഹാവൃത്തികെട്ട ഒരു സീരിയൽ. കുട്ടികൾ മൊത്തം വഴിതെറ്റും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പ്രോഗ്രാമാണ് ബിഗ് ബോസ്. മുമ്പത്തെ സീസണൊക്കെ കണ്ടിട്ടുണ്ടോ? ആദ്യം തുടക്കം കണ്ടായിരുന്നു. അടിയും വഴക്കും ബഹളവും അത് പറഞ്ഞ് ഇത് പറഞ്ഞ്. കാരണം നമുക്കിപ്പോൾ സ്ത്രീകളാകുമ്പോൾ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ഇത് എല്ലാം പറയും ഓപ്പണായിട്ട്. എനിക്ക് അത് ചെയ്യണം, അതുകൊണ്ട് നിങ്ങൾ മാറിക്കോ, അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരവും കുട്ടികൾ കാണാൻ പറ്റുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സീസൺ കാരണം അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. എൻ്റെ മോള് കാണുമായിരുന്നു. ഞാൻ ഇപ്പം പറഞ്ഞു TV അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ TV അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ കാണും, എനിക്കിഷ്ടമാണ്. ഞാൻ രാത്രി 9:30-ക്കാണ്, അപ്പോൾ ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് പ്രോഗ്രാം. അതിലെനിക്ക് കൂടുതൽ ഇഷ്ടം റസ്മീൻ, ജാസ്മിൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അതെ. ഇപ്പൊ ഗെയിമിന്റെ രീതി എങ്ങനെയാണ് പോകുന്നത്? ആദ്യത്തെ മികച്ചു പോകുന്നുണ്ടോ? അതെ. ഇപ്പൊ പവർ ടീമിലെ ക്യാപ്റ്റൻ, ഇപ്പോഴത്തെ പവർ ടീമിലെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ പവർ ടീം അധികാരങ്ങൾ കൂടുതലും കൈയടക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവരുടെ ആവശ്യത്തിന് മാത്രമേ പവർ ടീം അംഗീകരിക്കത്തുള്ളൂ. ഇപ്പോൾ പവർ ടീം സ്റ്റിക്ക് ഉപയോഗിച്ച് അവരുടെ പവർ ടീം ഇത് രീതിയൊക്കെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ പവർ ടീം എനിക്ക് വളരെ ഇഷ്ടമല്ല. നേരത്തെ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഈ സീസണിൽ മൊത്തം അടിയാണ്. തുടക്കം മുതലേ അടിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണ്? ജാസ്മിനെ ഇഷ്ടം. ജാസ്മിനെ കുറിച്ച് ആദ്യമൊക്കെ വളരെ മോശം അഭിപ്രായങ്ങളാണല്ലോ പൊതുവെ വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? എന്തായാലും അതിനകത്ത് ഓരോരുത്തരുടെ ക്യാരക്ടറിനെ പറ്റിയാണ് കാണിക്കുന്നത്. ഏതായാലും ആ കൊച്ചൊന്നും മറച്ചു വെക്കുന്നില്ല. എല്ലാം ഇപ്പം നമ്മൾ ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം നമ്മുടെ യഥാർത്ഥ ക്യാരക്ടർ നമ്മൾ കാണിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെയല്ല, പുള്ളി എല്ലാം തുറന്നു പറയുന്ന ഒരു ക്യാരക്ടറാണ് ജാസ്മിൻ. ജാസ്മിൻ പുറത്തൊന്നും അകത്ത് വരണം അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ബാക്കി കണ്ടസ്റ്റന്റുകൾ അവരുടെ ഗെയിമിങ് എല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫോണിലത്തൊക്കെ നോക്കുമ്പോഴത്തേനും കാണുന്നത് ഇവരുടെയാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരുടെയും ഇഷ്ടമാണ്, എല്ലാവരുടെയും ക്യാരക്ടർ കുഴപ്പമില്ല. പിന്നെ ചിലര് അവരുടെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്ത് കാണിക്കാതെ കളിക്കുന്നവരുമുണ്ട്. മറച്ചു വെച്ച് ഗെയിം കളിക്കുന്നു. എന്നുവെച്ചാൽ നമ്മളിതാന്ന് അറിയത്തില്ലാതെ ഇപ്പം നമുക്ക് ദേഷ്യമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് വിട്ട് നിൽക്കില്ലേ അതിൽ നിന്ന്. അങ്ങനെ കാണിക്കുന്നത് അതിലേത് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് തോന്നുന്നത്? നമ്മൾ ആരെയും അങ്ങനെ
അഭിപ്രായം പറയാലോ നമുക്ക് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അഭിപ്രായം അങ്ങനെ. ജാസ്മിൻ്റെ എപ്പോഴും കാണുന്നത് കൊണ്ട് ജാസ്മിനും പിന്നെ എൻ്റെ കൂടെ കളിക്കുന്ന ഗബ്രി അവരുടെ ജാസ്മിനെ ആശ്രയിച്ചാണ് ഗെയിം കളിക്കുന്നത് എന്നൊക്കെ ഒരു അഭിപ്രായമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും അങ്ങനെയല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ ആ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ആ ആളുമായിട്ടാണ് എപ്പോഴും നല്ല ഒരുമിച്ചിരിക്കുക. അപ്പം ആൾക്കാർ പുറത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളുമായിട്ട് കൂടുതൽ സമയം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് ഓരോരുത്തരുടെ ഒരു ഇതല്ലേ. ഇപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെ കോമൺ ആയിട്ട് മിണ്ടി സംസാരിച്ചൊക്കെ ഇരിക്കണ്ടേ, അങ്ങനെയല്ലേ വേണ്ടത്? അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നമ്മളോട് ആരെങ്കിലും കൂടുതലായിട്ട് വർത്തമാനം പറയുകയോ അടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും അതുപോലെ ആയിരിക്കും അവരോട് നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാൻ പറ്റില്ല, അതിനകത്ത് നമ്മൾ ഈ പുറത്ത് കാണുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ. ഇപ്പൊ ആ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആദ്യം കുറച്ചൊക്കെ മാറ്റമുണ്ട്. പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും ആ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ച് മാറ്റമുണ്ട് ജാസ്മിന് നേരത്തെക്കാളും. ആദ്യം വന്നതിലും ഇപ്പൊ കുറച്ച് അടുത്ത ഇതൊക്കെ കണ്ടപ്പോഴത്തേനും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? അങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് അങ്ങനെയാണല്ലോ. അതിനകത്ത് നിന്ന് അങ്ങനെ വേണ്ടേ കളിക്കാൻ. അപ്പം അങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല. എല്ലാവരും കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് നല്ല പരിപാടിയാണ്. ഞാൻ കാണൂല, കുറച്ചൊക്കെ കാണുമെന്നുള്ളതേ ഉള്ളൂ. കാണുമ്പോൾ ഇഷ്ടപ്പെടും. അതിൽ അടിയും ബഹളവും പിന്നെ അവരെ എന്നത്തെയും വഴക്കാണ് സൂപ്പർ. പിന്നെ പൊതുവെ ഉള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് പരിപാടി പറയുന്നത്. അല്ല, നമ്മൾ കണ്ടിടത്തോളം അങ്ങനെയൊന്നും ഇല്ല. അല്ല, മോശപ്പെട്ടതായിട്ട് എൻ്റെ അഭിപ്രായത്തിലൊന്നും പറയാനില്ല. എനിക്കിഷ്ടമാണ്. ഞാൻ കുറച്ച് നേരം ഇരിക്കും, 10 മണി വരെയൊക്കെ ഇരുന്ന് മറ്റുള്ളത് കണ്ടിട്ട് ഇത് തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ ഇരുന്ന് കാണും, പിന്നെ ചെന്ന് കിടന്നുറങ്ങും. നല്ലൊരു പരിപാടിയാണ്. എനിക്ക് സൂപ്പറാണ്, ഇഷ്ടമാണ്. പുതിയ തന്ത്രങ്ങൾ ബിഗ് ബോസിൽ വരുമ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് നമ്മോടൊപ്പം ഇപ്പോൾ പങ്കുവെച്ചത്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ വീണ്ടും അറിയുന്നതുവരെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.